പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞങ്ങൾ ശാന്തകുമാരി എന്ന ഈ മാതാവിൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കാനാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മദർ ഇൻ ലോ ആണ്. ഒരു തികഞ്ഞ ഹൈന്ദവ കുടുംബത്തിൽ നിന്നും എങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഈ മാതാവ് വന്നു, അതിലൂടെ അവർക്കുണ്ടായ പരിവർത്തനം, എങ്ങനെ ഒരു മാതൃകാ ജീവിതം അവർ നയിക്കുന്നു, പരിജ്ഞാനത്തോടെ അവരുടെ ഇടപെടലുകളും ഒക്കെ നമുക്കിന്ന് ഷെയർ ചെയ്ത് പറയുന്നത് കേൾക്കാം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ മാതാവിൻ്റെ കൂടെ ഇരുന്ന് അവരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാൻ ദൈവം ഒരുക്കിയ ഈ സാഹചര്യം വലിയൊരു മഹത്വമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരുതുന്നു. അമ്മയുടെ ലൈഫ് ഒത്തിരി അടുത്ത് കാണുവാനും മനസ്സിലാക്കുവാനും അമ്മയുടെ ഈ സാക്ഷ്യം ഒത്തിരി ഡീപ്പായിട്ട് പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഇന്ന് ഇവിടെ ഇരുന്ന് അതൊന്നുകൂടെ ശരിക്കും ഡീപ്പായിട്ടും മനസ്സിലാക്കാൻ ദൈവം തന്ന ഈ അവസരത്തിന് നന്ദി. അമ്മ നമുക്ക് വേണ്ടി ഒരു മദർ ഇൻ ലോ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയെ പോലെ തന്നെ വർഷങ്ങളായിട്ട് 15 years I have known her. ഞാനൊരു കാര്യം ഇത്രയും വർഷങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അമ്മയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റൊരു കാര്യമുള്ളൂ: കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിനെ അനുസരിച്ച് ഒരു മാതൃക ജീവിതം നയിക്കുക, ദൈവവേലയിൽ ബി ഫെയ്ത്ത്ഫുൾ. ആ ഒരു കാര്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ എനിവേസ്, ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദി ഡെപ്ത് ഓഫ് എനിത്തിങ്, ഇന്ന് അമ്മയോട് ചോദിക്കാനുള്ളത്, അമ്മ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ, ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യൻ ആകുന്നതിന് മുമ്പേ അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളോടൊന്ന് സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് എൻ്റെ മരുമക്കളോട് ഒരുമിച്ചിരുന്നു യേശുവിനെ പറയുവാൻ ദൈവം ഒരുക്കിയ ഒരു ഭാഗ്യ പദവിയായി ഞാനിതിനെ കാണുന്നു. എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയായ വിദ്യ, എൻ്റെ രണ്ടാമത്തെ ഇളയ മകൻ്റെ ഭാര്യയായ രാജിയോടൊപ്പം എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ദൈവം മുന്നമേ ഒരുക്കിയ ഒരു വലിയ പദ്ധതിയെന്ന് ഞാൻ ഇപ്പോൾ കരുതുകയാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും യേശുവിനെ പറയുമെന്നോ അറിയുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചതേ അല്ല. ഞാൻ ഒരു നായർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവമില്ലാത്തവരായിരുന്നു, ദൈവവിശ്വാസമില്ല. പക്ഷേ എന്നെ കുഞ്ഞുനാൾ മുതൽ ഞാൻ അമ്പലത്തിൽ പോവുകയും ഞാൻ തികഞ്ഞ ഒരു ദൈവഭക്തയായിരുന്നു. കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭക്തിയുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കും ആണ്ടുകൾക്കെല്ലാം പ്രത്യേകത ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഒരു ഭക്തയായി ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുകയും സ്തോത്രം അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ചയ്ക്കെല്ലാം എനിക്ക് വളരെ പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്പലങ്ങളിൽ അങ്ങനെ ഞാൻ പോവുകയും നേർച്ചകളും കാഴ്ചകളും എല്ലാം ധാരാളമായി അങ്ങനെ കഴിക്കുകയും, ഞാൻ ഇതുപോലെ പല കളറിലുള്ള പൊട്ടുകളിട്ടും പൂ തലയിൽ ചൂടാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ചന്ദനക്കുറിയിട്ട ശാന്ത എന്ന് പറയുമായിരുന്നു. അത്രയും വ്യക്തത, അത്രയും എനിക്ക് ആ ദൈവങ്ങളോട് ഭയങ്കരമായ ഒരു അടുപ്പം, ഇന്ന് ഞാൻ പറയുകയാണ് പ്രേമം എന്ന് പറയാം, അതുപോലെയുള്ള ഒരു അടുപ്പമായിരുന്നു. ഓരോ ദൈവങ്ങളെടുത്തും പേര് പറഞ്ഞ് ഞാൻ നേർച്ചകളും കാഴ്ചകളും നടത്തുമായിരുന്നു. ആ പ്രായമല്ല ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഇപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ ആ ചെറുപ്രായത്തെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഞാൻ സന്തോഷവതിയായി ഓടിച്ചാടി നടന്ന ഒരു ചെറുപ്രായം എനിക്കുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം അമ്മ വീട്ടിൽ ചെന്നപ്പോൾ തികഞ്ഞ രാഷ്ട്രീയക്കാരനായ ഭർത്താവിൽ നിന്ന് അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് വ്യക്തമാക്കുക. 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഭർത്താവ് ഒരു ഹിന്ദു സംഘടനയുടെ ലീഡറായിരുന്നു. സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വന്ന, പൈസ സമയം ചിലവഴിച്ച് സംഘടനയെ വളർത്തുവാൻ വേണ്ടി നിന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ആ സംഘടനാപരമായി വളരെ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ആ കല്യാണത്തോടുകൂടി ഒന്നുകൂടി എൻ്റെ ഭക്തി വർദ്ധിച്ചു. തീവ്രമായൊരു വിശ്വാസം, ആ ദൈവങ്ങളോടുള്ള വിശ്വാസവും നേർച്ചകളും കാഴ്ചകളും എല്ലാമായി ആ സമാധാനത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. ആ ഭവനത്തെ കാലി ചവിട്ടി അന്ന് മുതൽ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ട ഒരനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചു വളർന്നതിനും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവിടെ എനിക്ക് കാണാനും കേൾപ്പാനും
പറ്റിയത് എന്ന് പറഞ്ഞ് സംസാര രീതി പോലും വ്യത്യസ്തമായിരുന്നു. നോക്കിയാൽ 9 ആൺമക്കളാണ്, വലിയ ഒരു കുടുംബമാണ്. പക്ഷെ അതിനകത്ത് ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്ത സംസാരങ്ങൾ, ഭാഷകളും ലോക്കൽ സംസാരങ്ങൾ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നെ നമുക്കവിടെ ഒരു സ്വാതന്ത്ര്യം, ഒരു സംസാരിക്കാനോ ഒരു താല്പര്യം, ഒരു കാര്യം പറയുവാനോ ഉള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ലായിരുന്നു. നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, അവർ പറയുന്നത് നമ്മൾ അനുസരിക്കുക, ആ ഒരു അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് ഉത്തരവാദിത്വം, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സംഘടന വളർത്തുക എന്നുള്ള ഒറ്റ ചിന്തയിൽ രാവിലെ ഇറങ്ങും. രാത്രി വൈകുന്ന ഉച്ചയ്ക്കാകുമ്പോൾ 2-3 സുഹൃത്തുക്കളെയും കൊണ്ട് വീട്ടിനകത്ത് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ, അതുവരെ എനിക്ക് ആ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഉണ്ടോ ഇല്ലോ, ഞാൻ കഴിക്കുന്നു, കുടിക്കുന്നു, സന്തോഷിക്കുന്നു, നടക്കുന്നു. ആ ഒരു അനുഭവത്തിൽ നിന്ന് ഈ ഉത്തരവാദിത്വങ്ങൾ എൻ്റെ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. ഒന്നും കൊടുക്കാൻ ഇവർ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. കൂട്ടുകാരും ഒരുമിച്ച് വീട്ടിനകത്ത് കയറി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ആരോട് ഞാൻ പറയും? ആര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. ആ ഒരു അനുഭവത്തിൽ കൂടി വളരെ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടി അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലും എൻ്റെ ഭർത്താവ് പിന്നും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയില്ല. ഇവിടം വെച്ച് നിർത്തിയാലോ, എനിക്ക് ഈ ഒരു ജീവിതം വേണ്ട എന്ന് പോലും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ മടങ്ങിച്ചെന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുപോലെ ആരിൽ നിന്നൊരു സപ്പോർട്ട് എനിക്കില്ല. അപ്പോൾ എൻ്റെ ഭർത്താവിനും ഇത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എൻ്റെ വീട്ടുകാരോട് ഒന്നും ഞാനിത് പറയില്ല. എനിക്ക് അന്നും ഇന്നും ഒരു കാര്യവും പറയില്ല. ഇതെൻ്റെ അന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ തലയിലെഴുത്താണ്, ഇത് ഞാൻ അനുഭവിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അത്രയ്ക്ക് ചിന്തിക്കാനേ എനിക്കന്ന് കഴിയുള്ളായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അവരെന്നെ വിവാഹം കഴിച്ചയച്ചു. ഇവിടെ ഈ അനുഭവങ്ങളെല്ലാം എൻ്റെ തലയിലെഴുത്താണ് എന്ന് ചിന്തിച്ച് ഞാൻ ജീവിച്ചു എന്നല്ല, മരിച്ചതിന് തുല്യമായിരുന്നു ജീവിതം. നമ്മളെ ശ്രദ്ധിക്കാനോ നമ്മളെ വാക്ക് കേൾക്കുവാനോ ഒന്നും അവിടെ ആരെയും ഞാൻ കണ്ടില്ല. വളരെ കഷ്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. പല രാത്രികളിലും ഉറക്കം നഷ്ടപ്പെട്ടു. ഉറങ്ങാൻ പറ്റാത്ത രാത്രികളായിരുന്നു. കാരണം പകൽ മുഴുവൻ എൻ്റെ ഭർത്താവ് രാവിലെ ഇറങ്ങിപ്പോയാൽ ഉച്ചയാകുമ്പോൾ ഊണ് സമയത്ത് പലരെയും വിളിച്ചുകൊണ്ട് വരും. രാഷ്ട്രീയ സംഘടനയിലുള്ളവരെ കൊണ്ടുവരും. രാത്രി എപ്പോഴാണ് വരുന്നതെന്ന് സമയവും കാലവും ഒന്നുമില്ല. ഏതെങ്കിലും സമയത്ത് ഭവനത്തിൽ കയറി വരും. അത് ഉറക്കം നഷ്ടപ്പെട്ട് ഭയത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ജീവനോടെ തിരിച്ചു വരുമോ? പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഈ സംഘടനാപരമായ കാര്യങ്ങൾ എവിടെ എന്ത് കേട്ടാലും ഉടൻ എൻ്റെ ഭർത്താവിൻ്റെ ലീഡർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ നേരെ അവർ അക്രമം അഴിച്ചുവിടും. അങ്ങനെ ഗുണ്ടകൾ ഞങ്ങളുടെ വീട് വളയാൻ എത്രയോ രാത്രിയെന്നില്ല പകൽ പോലും ഞങ്ങളുടെ വീട്ടിന് ചുറ്റും ഈ അക്രമ സംഘങ്ങൾ വളഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ജീവനെടുത്ത് അതുപോലെ എൻ്റെ ഭർത്താവ് ഒളിവിൽ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ അന്നത്തെ പ്രായത്തിൽ സഹിക്കാൻ പറ്റാത്ത ഒരു ജീവഹാനി പോലും എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അതുപോലെ വേദനാജനകമായ അനുഭവങ്ങളാണ് ഞാൻ ആ പ്രായത്തിൽ അനുഭവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത അനുഭവങ്ങളാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നത്. അന്നെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ജീവിതം വേണമോ? ഇവിടെ വച്ച് അവസാനിപ്പിച്ചാൽ പിന്നെയുള്ള ജീവിതമെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. ഇതെങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും? ഇപ്പോഴേ പട്ടിണി, കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണമെന്നോ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നോ കുഞ്ഞുങ്ങളെ പറ്റിയോ കുടുംബത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ ഫുള്ള് 100% എൻ്റെ ഭർത്താവ് സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചപ്പോൾ ഞങ്ങളെപ്പോലും മറന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ മറന്ന് ഉള്ള ജീവിതം ആയപ്പോൾ സഹിക്കാൻ പറ്റാത്ത അനുഭവമായി. എൻ്റെ സഹോദരങ്ങൾ അവർ പറഞ്ഞു, നീ ഇതെല്ലാം വിട്ടിട്ട് നീ തിരികെ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെൻ്റെ തലയിലെഴുത്താണ്, ഞാനിത് സഹിച്ചേ പറ്റൂ. എങ്ങനെ സഹിക്കണമെന്ന് എനിക്കറിയില്ല. ആ ഒരു അനുഭവം എനിക്ക് അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അന്ന് ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. അതുപോലെയുള്ള വേദന തിന്ന് കഷ്ടത അനുഭവിച്ച് കണ്ണുനീർ തൂകി ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രി വെളുത്താലും ഓരോ രാത്രി കഴിയുമ്പോഴും
പിറ്റേന്ന് വെളുക്കരുതേന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം വെളുത്താൽ എൻ്റെ അനുഭവം ഇത് തന്നെയാണല്ലോ, ഇത് എനിക്ക് മാത്രം ഇത് എങ്ങനെ ഇങ്ങനെ ഒരു ജീവിതം ആയിപ്പോയി, ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കി ഞാൻ ശപിച്ചിട്ടുണ്ട്. എനിക്ക് ജീവിക്കണ്ട എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ ഭവനത്തിൽ പോകാമെന്ന് പലപ്പോഴും ഞാൻ ഇറങ്ങിപ്പോകാമെന്ന് രാത്രി ഞാൻ അതുപോലെ ചിന്തിച്ച് ഇറങ്ങിപ്പോകാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോഴും എന്നെ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആ ദേവന്മാരുടെ മുൻപിൽ ഞാൻ ചെന്ന് കിടന്ന് കരയുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ദുഃഖം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ ഒരു ദോഷം ചെയ്യാതെ ഞാൻ ദേവന്മാരുടെ മുൻപിൽ നേർച്ചയും കാഴ്ചയുമായി ഞാൻ കുമ്പിട്ട് നടന്നതല്ലേ. എന്നിട്ട് ഈ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നിറഞ്ഞ ഈ കുടുംബ ജീവിതം ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പരാജയപ്പെട്ട, അത് ഭയങ്കരമായ ഈ മല്ലന്മാരെ പോലെ 8-9 ആണുങ്ങളുടെ മധ്യത്തിൽ ഞാനിങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. അവർക്കെല്ലാം വച്ചു വിളമ്പാൻ എനിക്ക് ആഹാരം വയ്ക്കാൻ അറിയില്ലാതെ ജീവിച്ച എനിക്ക് ഇതൊന്നും ഒരിക്കലും സഹിക്കാൻ ഈ വാക്കുകൾക്കപ്പുറമാണ് ഞാൻ അനുഭവിച്ചത്. സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ ആ കുടുംബ ജീവിതത്തിൽ വളരെ മരിച്ചാൽ മതിയെന്ന് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മരിച്ചാൽ മതി, ഇങ്ങനെ ഒരു ജീവിതം തുടർന്നു പോകാൻ ഒരിക്കലും ഒരു സ്ത്രീകൾക്കും പറ്റില്ല. അതുപോലെ ഈ സംഘടനാപരമായ തീവ്രമായ ഒരു അനുഭവമായിരുന്നു എൻ്റെ ഭർത്താവിൽ കൂടി ഞാൻ അനുഭവിച്ചത്.